ഏയ് അച്ഛൻ അമ്മനെ നല്ല ഇഷ്ടമാണ് പറയല്ലേ. ഞാനൊന്നും മിസ് ചെയ്യില്ലല്ലോ. എന്നിട്ട് നല്ല കാര്യം ഞാൻ ആസ്വദിക്കാൻ വരാം. ഒന്നിച്ച് ആസ്വദിക്കാം ലോൺലിനെസ്. ഞാൻ മാത്രം ആസ്വദിച്ചാളാ. അവിടെ പോയി അങ്ങനെ അമ്മനെ കണ്ട് അമ്മ ഞാൻ വരണോ? ഞാൻ പിടിക്കണോ? ബുക്സ് കിട്ടി, അഡ്മിഷൻ എടുത്തു. എന്തുവാടി ഇതില്? നിങ്ങൾക്ക് വൈകുന്നേരം വരെ ഓടി എത്ര രൂപ കിട്ടും? ആളെ നിർബന്ധിച്ചൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഒരാളെ മാറ്റാൻ പറ്റൂല. അവരുടെ വ്യക്തിത്വം എന്താണോ. പോണേൻ്റെ തലേ ദിവസം രാത്രിയിൽ നിന്നാണ് കേട്ടോ തുടക്കം. അപ്പോൾ റനക്കുട്ടി കുറച്ച് നൂഡിൽസ് കൊണ്ടുവന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരേ പ്ലേറ്റിൽ നിന്ന് ഒന്നിച്ച് കഴിക്കാം കേട്ടോ അമ്മീന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റ പ്ലേറ്റിലിട്ടിട്ട് വന്നിട്ട് നമ്മൾ രണ്ടുപേരും കഴിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഭാവിയിലുള്ള ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പോയി കിടന്നത് കേട്ടോ. അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രാത്രി കിടക്കാൻ കുറച്ച് വൈകി, ലേറ്റായി. പാട്ടൊന്നും കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല. നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കൂല. അത് അറിയാം. ഇനി അതിനൊക്കെ ഒരു മാറ്റം വരും. ഇപ്പോൾ വീട്ടിൽ നിൽക്കണ പോലെ അല്ലല്ലോ നമ്മൾ അവിടെ പോയിട്ട് നിൽക്കുന്നത്. അവിടെ റനക്കുട്ടിക്ക് അവിടെ നോർമൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇൻട്രോ ഒന്നും കൊടുത്തില്ല. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചുമരിൽ ചവിട്ടല്ലേ പേടിച്ച്. നമ്മളിതേ അപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ രാത്രി കിടക്കാൻ ലേറ്റായി, റനക്കുട്ടിയും ലേറ്റായി. പക്ഷെ ഞാൻ പിന്നെയും കടന്നു ഉറക്കമൊന്നും വരുന്നില്ല. പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഒരു 5:30 എണീറ്റു. പിന്നെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്ന് പിന്നെ വേഗം പോയി കുളിച്ച് റനാൻ അനുപ്പിച്ചത്. റന റെഡി ആയിട്ടുണ്ട്. ഫോണില്ല, അവൾ യൂസ് ചെയ്യുന്ന ഫോൺ അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കീപാഡ് ഫോണേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഹയാൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഹയാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് രാത്രി ഒരേ തർക്കത്തിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ അവൻ ശരി എന്താ അമ്മീന്നൊക്കെ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വാങ്ങിത്തരടാ പ്ലീസടാ, ഇപ്പോൾ ഈ നേരത്തെ ആരും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാനില്ലടാ എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ഓക്കെ പറഞ്ഞു. പക്ഷെ ഹെഡ്സെറ്റ് വേണമല്ലേ, അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഹെഡ്സെറ്റ് വേണം എന്ന് ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഇല്ല. ഇനി ഞാൻ എവിടെ പോയി എങ്ങനെ വാങ്ങും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അവിടെ എത്തിയിട്ടാ? അത് ബസ് സ്റ്റാൻഡല്ല, സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങുക. നോക്കാം, നിന്നെ അവിടെ എത്തിച്ചിട്ട് ഞാൻ പിന്നെ ഓട്ടോ പിടിച്ച് തിരിച്ച് ടൗണിലേക്ക് വന്നിട്ട് പിന്നെ വാങ്ങി. അല്ലാതെ നിനക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ പുറത്തിറങ്ങാനൊന്നും പറ്റൂല. അതല്ല, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും കയറണ്ടേ? അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇനി ആളെപ്പോഴാണ് നമ്മുടെ സ്ക്രീനിലേക്ക് വരിക? കുറച്ച് ദിവസം കഴിയുമല്ലേ. എനിക്ക് പോയി കാണാനൊന്നും പറ്റുന്നൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ അവർ ഈ അടുത്ത കാലത്തൊന്നും വിടൂല. കാണാനൊന്നും വരണ്ട. അതെന്താ? ഞാൻ ഇന്നലെ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു, അമ്മ എന്നെ എത്ര മിസ് ചെയ്യും, 100 മിസ് ചെയ്യോ? അമ്മ എന്താ പറഞ്ഞറിയോ? 0. ഞാനൊന്നും മിസ് ചെയ്യില്ലല്ലോ. എന്നിട്ട് നല്ല കരഞ്ഞു. ഇന്നലെ ഞങ്ങൾ ഫാൻസി ഷോപ്പിൽ പോയപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ ഇങ്ങനെ പറഞ്ഞു ഓറെന്നെ പോവാണ് അല്ലേന്ന്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പോയി ഇങ്ങനെ ഹെയർ ബാൻഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോ ആള് കരഞ്ഞിട്ട് വരുന്നേ. എന്നിട്ട് ഞാൻ പറഞ്ഞു മാമ എന്താ എൻ്റെ അമ്മീനെ കരയിച്ചോ, കുടു കുടു കുടൂന്ന് ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വരിക. എന്നിട്ട് അതിനെ 0 മിസ് ചെയ്യുള്ളൂ. ഞാൻ മിസ് ചെയ്യാമൊന്നുമില്ല. എനിക്കെന്താ അപ്പോൾ? ആയിക്കോട്ടെ, സുഖമായിട്ടിരിക്കും. ആയിക്കോട്ടെ. ഓക്കെ ഗൈസ്, ഇറങ്ങാം നമുക്ക്. അപ്പോൾ നമ്മുടെ റനക്കുട്ടി തെറ്റപ്പൊക്കെയാണ്. കുട്ടികൾക്കൊക്കെ പറ. പെട്ടെന്ന് കാണാതാകുമ്പോൾ അവർക്ക് സങ്കടം. ഇന്നലെ അവർ മൊത്തത്തിൽ ഭ്രാന്താക്കിയിരുന്നോളൂ. ദീദി പോവാണ്, ദീദീനെ ഹോസ്പിറ്റലിൽ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്.
ഇച്ചൊരു ദീദി ഹോസ്പിറ്റലിൽ പോവാണ്. അമ്മി ദീദിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. എന്നെ നീ വില്ലത്തിയാക്കി കാണിക്കും. ഇച്ചല്ലോ ദീദി പോണ്. ഫാൻ ഓഫ് ഒക്കെ ആയിരുന്നു. ഇച്ചുമാ ദീദി പോവാണ്. ഇനി ദീദിനെ കാണൂല. ഏയ് ദീദി വരും. എന്താ പറയണേ? മിസ് ചെയ്യാൻ പോണ്. ഇച്ചു ബേബീൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു മദർ, അവളാണ് ബാക്കി മൊത്തം മദർ. മാത്രമേ ഉള്ളൂ. ഇത് കേട്ടതൊന്നും പാലും കൊടുത്തത് നീയാ. ഇവരെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് റെനയാണ് കേട്ടോ. എന്തിനും ഏതിനും. ഇപ്പോ അതാണ് ഞാൻ വേണമെങ്കിൽ കൊഞ്ചിച്ച് വഷളാക്കി എന്ന് പറയണം. റെനയാണ് അവരെ ചിട്ടയൊക്കെ റെനക്ക് ചിട്ടില്ലെങ്കിലും കുട്ടികളെ ചിട്ട പഠിപ്പിച്ച് നമ്മൾ ഇറങ്ങല്ലേ. പെട്ടിയും പിടിച്ചിട്ട് പോണത് ഒരു ടാസ്ക്കാണ്. എടാ അയാനെ ദീദിനെ മിസ് ചെയ്യടാ. അയാനെ എത്ര മിസ് ചെയ്യാന്? 100 മിസ് ചെയ്യോ അയാനെ? നീ 100 മിസ് ചെയ്യണ്ട, ഒരു 50 മിസ് ചെയ്താൽ മതി. അയച്ചൻ എന്നെ എത്ര മിസ് ചെയ്യും? അയച്ചൻ ഹൈസോ, ഹായ് ഹൈസോ, എന്നെ എത്ര മിസ് ചെയ്യും? ഹെയ്സു മിസ് ചെയ്യോ ദീദിനെ? ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ ഇറങ്ങട്ടെ. മിസ്സിങ് ചോദിച്ചു വാങ്ങുന്ന റന. ഞങ്ങൾ ഇറങ്ങട്ടെ സ്വത്തുമണി, ഞങ്ങൾ പോയിട്ട് വരാം. ദീദിക്ക് ഒരു ഹഗ്ഗൊക്കെ കൊടുക്ക്, കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്ക് വേഗം. എനിക്ക് ബാ. അല്ല അല്ല എനിക്കില്ല. നമുക്ക് ഇതൊക്കെ ഉണ്ടാവുള്ളൂ വലുതായാൽ നോക്കാൻ. അയ്യോ ഇത്ര ശക്തി. ബൈ അയച്ചാ. ഇതിനെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പോവാണ്. എന്തൊക്കെ പറഞ്ഞു തരും. ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പോകണം. എന്താ സംഭവം എന്നറിയോ? ഇവർ ചെറുതിൽ ഒരുപാട് വിളവ് കാണിച്ചാൽ ഹോസ്പിറ്റലിൽ നിന്നല്ലേ ഇവരെ കൊണ്ടുവന്നതെന്ന് ഹോസ്പിറ്റലിൽ തിരിച്ചു കൊടുത്തിട്ട് വേറെ പ്രൊഡക്റ്റ് വാങ്ങുന്നുള്ള പോലെ പറയും. അതവളങ്ങോട്ട് എടുക്കുകയാണ്. ദീദിക്ക് ഒരു ഉമ്മ കൊടുക്ക്. സ്മെല്ലടിക്കോ? ശരി, അപ്പോൾ ഞങ്ങളെന്നാ നല്ല ഇറങ്ങട്ടെ. പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, നോക്കാം. പ്രകടനം കിടന്നോട്ടെ, കുട്ടികളെ ഇടങ്ങറാക്കിയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. ഞാനതാ വിചാരിച്ച എന്താ നിന്നോട് കാണാത്തതെന്ന്. റാനക്കുട്ടി ഇവിടെ ഈ ബെഡ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ട് കിടക്കും. അയച്ചൻ അവിടെ, ഇച്ചുലു ഇവിടെ, ചുച്ചു ഉണ്ടാവും. ചുച്ചു ഇപ്പോൾ 3 ദിവസമായിട്ട് പ്ലീസ് അമ്മി അമ്മാൻ്റെ കൂടെ ഇരിക്കട്ടെ കൊണ്ട് പോയിരിക്കുകയാണ്. ചുച്ചും ഇവിടെ, ഞാനിവിടെ. ഇങ്ങനെ മൊത്തത്തിലൊരു അട്ടിയിട്ടിട്ടാണ് നമ്മൾ കിടക്കുക. എങ്ങനെ ഇത്രയും സാധനങ്ങൾ കൊണ്ട്? അമ്മ ഇന്നലെ പറഞ്ഞു നിന്നെ ഒന്ന് കാണാൻ വരണം എന്നൊക്കെ. മിസ് ചെയ്യണല്ല പെണ്ണേ, ഏറ്റവും വലിയ വിഷയം. ഈ മിസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ 1000 പ്രാവശ്യം വിളിച്ച് എന്നെയും കൂടെ സാഡാക്കി മൊത്തത്തിൽ ഡിപ്രഷൻ അടുപ്പിക്കും അമ്മ. ചില സമയങ്ങളിൽ ഒരാളെ നമ്മളങ്ങനെ വിളിക്കാനുള്ളത് വലിയൊരു അനുഗ്രഹമാണ്, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ തീരെ ആകെ മൊത്തത്തിൽ ഇങ്ങനെ ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വിളിച്ചിട്ട് അതങ്ങോട്ട് ഓർമ്മപ്പെടുത്തും അമ്മ. ഓക്കെ, നമ്പറൊന്നും കാണാതെ അറിയില്ലല്ലേ? എടുക്കണം, ഞാൻ തരാം. എൻ്റെ നിൻ്റെ ഉള്ളത് എടുക്കാം. ശരി, അതെടുക്ക്, ബാഗിലിട്. നിന്നോണ്ടേ ഇരിക്കണ്.
ആക്ച്വലി ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവളുടെ മുമ്പിൽ നമ്മൾ ഒരുപാട് അവളെ മിസ് ചെയ്യണമെന്ന് കാണിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ നിൽക്കാൻ പറ്റാതെ ആകെ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ കേട്ടോ. അവൾക്ക് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര ബേജാറാണ്. അവളിങ്ങനെ പറയണത് എൻ്റെ കുട്ടീനെ ആരെത്തെങ്കിലും ഏൽപ്പിക്കണം എന്ന പോലെ പറയാം. അപ്പോൾ അവൾക്ക് ആകെ ടെൻഷനാവും. അതുകൊണ്ട് പിന്നെ അവളുടെ മുന്നിൽ നമ്മുടെ വിഷമങ്ങൾ കാണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഞാനെന്താണ് അവളെ പോകുമ്പോൾ വിഷമിക്കാത്തതെന്ന് അവൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവൾക്കറിയാം അവളെനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ അമ്മമാർക്കും മക്കൾ ഇമ്പോർട്ടൻ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ചില സിറ്റുവേഷൻസിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ബന്ധത്തിൻ്റെ ആഴമുണ്ടല്ലോ, ഭയങ്കരമായിട്ട് കൂടും. അയച്ചനുണ്ടല്ലോ, എന്ത് ലവ്ലി അയച്ചനാണെന്നറിയോ. അയച്ചൻ അമ്മേനെ നല്ല ഇഷ്ടമാണ് പറയല്ലേ. എനിക്ക് തലയൊക്കെ തടയി തന്ന് തലയിൽ കൈവച്ച് അവനെനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഊതി തന്നിട്ട് രാത്രി എനിക്ക് പുതപ്പൊക്കെ പുതച്ചൊക്കെ തന്നിട്ടാണ് എൻ്റെ അയച്ചൻ കിടക്കുക അല്ലേ. ഒരു പുതപ്പിൻ്റെ അടിയാണ്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പുതപ്പിന്. ഞാൻ റീചാർജ് ചെയ്ത് തരാം, കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ. ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ഹയാൻ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. എടാ ഹയാനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യടാ, ഞാൻ ഒന്ന് കാണട്ടെ. അയ്യോ ഒന്നടാ, സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാടാ. ഹലോ, അയാൻ ഉടായ്പ പഠിപ്പിച്ചു കൊടുക്കല്ലേ. ഞാനിനി അതിന് അതേപോലത്തെ ഒരു ഫോണ് തപ്പിപ്പിടിച്ച് വാങ്ങിച്ചു കൊടുക്കണം. അതാണ് അടുത്ത ടാസ്ക്. അല്ലെങ്കിൽ അയാൻ എന്നെ ഉണ്ടില്ല എന്ന് ചെയ്യുന്നു. നന്നായുള്ളൂ. ഇതാ ദീദി കയ്യിലെടുത്ത്. അല്ല ഞാൻ വേറെ വാങ്ങിച്ചു തരാം, അവളുടെ നിന്ന് വാങ്ങണ്ട. ഞങ്ങൾ അപ്പോൾ ദേ ഫുഡ് റെഡി ആയിട്ടുണ്ട്. കാറിലാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് കഴിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതത് പറ്റാത്തത് കൊണ്ട് പിന്നെ 2 ദോശ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു. മീൻകറി ഉണ്ട്, മീൻകറിയിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. തലേ ദിവസത്തെ മീൻകറിയാണ്. വേണപ്പാ, ഞാൻ വാരിത്തരാം, ഞാൻ കഴിക്കണതിൻ്റെ ഒപ്പം. അത് സാറില്ല, ഇനി എത്ര ദിവസം കഴിയണം. അതാ ഞാൻ പറഞ്ഞത്, ഇത്ര ദിവസം വാരി കൊടുത്തിട്ടൊന്നുമില്ല. അവൾ വരൂല്ല. വേണമെങ്കിൽ വന്നോ, അവൾ എനിക്ക് വാരി തരും. റനക്കുട്ടി ഞാൻ നല്ല തിരക്ക് പിടിച്ച് എഡിറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ 4 മണിയൊക്കെ ആവും ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ പറയാം, അപ്പോൾ ഓടി വന്ന് എനിക്ക് 2-3 വായ ഇങ്ങനെ തരും. എന്തിനാ ഐസിട്ട് വെള്ളം കുടിയന്? ഓ എന്നാ സൂപ്പർ. ഞാൻ വാരിത്തരാം. ഒറ്റയ്ക്ക് കഴിക്കണം. ചരിത്രത്തിൽ അമ്മ വാർത്തന്നിട്ട് മാത്രം ഈ വേർപ്പ് കഴിക്കണം. എന്നാ ഒരു വായും കൂടെ. എന്നിട്ട് കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് കരയണം. റന എൻ്റെ വീഡിയോസ് ഒന്നും കാണാറില്ല കേട്ടോ. ഈ ഇടക്ക് അതെ അതെ. എപ്പോഴാ വരാ? ഇപ്പോൾ ഓരോ പരിപാടികളോ എന്തെങ്കിലും വേണ്ടി വരുന്ന സമയത്ത് റന ഡ്രസ്സ് ഫ്രണ്ട്സിൻ്റെ നിന്ന് കടം വാങ്ങിയിട്ടാണ് കേട്ടോ ഇടുക. അവൾക്ക് സ്യൂട്ടാവുന്നതൊന്നും ഇവിടെ ഇല്ല. അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഇടാം.
അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സാണ് ഇടുക. എന്താണ് ഡ്രസ്സില്ല? ശരി വാ. 3 അല്ല 2 എടുത്തോളൂ. ഇല്ല റന, എനിക്ക് ബാക്കി ഇറങ്ങണില്ല. ഈ പ്ലേറ്റിൽ തന്നെ നീ കഴിച്ചോ. ശരിക്കും ഒരെണ്ണത്തിൻ്റെ മേലെ ഇറങ്ങൂല. വാ. ഓ ചെയറിനടിയായിരുന്നാ? ഞങ്ങളുടെ അവിടെ ആകെ 3 ചെയറേ ഉള്ളൂ. അതിങ്ങനെ മാറി മാറി വെച്ചേ. ദോശ പറയാം. അത് റന കൊടുത്തിട്ട് ഒരെണ്ണം കൂടെ ഹയാനക്ക് വേണത്ര. അന്നേരം ഉണ്ടോ ചുട്ടു കൊടുക്കും. ഇല്ല അവന് കണ്ടപ്പോൾ വിഷമിട്ടാവുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, ഇത്ര കാലം എൻ്റെ വീട്ടിൻ്റെ സൗകര്യത്തിൽ അതാ ഞാൻ കാര്യം പറയാലും 10 മണിക്ക് പോലും എണീക്കില്ല. 12 മണിക്ക് എണീക്കുള്ളൂ. അതും ഞാൻ രാത്രി പഠിക്കുന്ന ടൈപ്പാണ്. എൻ്റെ അമ്മയും എൻ്റെ ഒരു കംഫർട്ടബിലിറ്റി നോക്കിയിട്ട് അങ്ങനെ രാത്രിയൊക്കെ പഠിച്ചുകൊണ്ട് എന്നെ എണിപ്പിച്ച് വിടാറൊന്നുമില്ല. ഞാൻ 5 മണിക്ക് എണീക്കണം, 8 മണിക്ക് ക്ലാസ്സിൽ എത്തണം എന്നൊക്കെ പറഞ്ഞ എൻ്റെ അവസ്ഥ ആലോചിച്ചത്. താങ്ക് യു താത്ത. പിന്നെ അത് മാത്രമല്ലാണ്ട് എൻ്റെ സ്റ്റഡി സ്കെഡ്യൂളിൽ മാറ്റം വരുന്നതിൽ എനിക്ക് കുറച്ച് പേടിയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ രാത്രി പഠിക്കണം വെച്ചാണ്. എനിക്ക് രാത്രി 1-2 മണി വരെയൊക്കെ പഠിക്കണം, എന്നാലേ തലയിൽ കറുത്തുള്ളൂ. കാരണം സ്റ്റേ ട്യൂൺഡ്. ഫൈനൽസ് വീക്ക് ഓർ മൈ ഫൈനൽ വീക്ക്. അങ്ങനെയൊന്നും പറയരുത് കുട്ടി. ഇത് ശരിക്കും ഈ ആൺകുട്ടികൾ വളർന്ന പോലെയൊന്നും അറിയില്ലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. പെൺകുട്ടികളും കുടിക്കാം കേട്ടോ. ഐ മീൻ കൊക്കോല. അതൊന്നും പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങളൊന്നും കുടിക്കണ്ട കേട്ടോ, ഞാൻ കുടിക്കണം. പക്ഷെ അതായത് എങ്ങനെയാണെന്നറിയോ, ശരിക്കും ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഒരു ഫെമിനൈൻ ആ ഒരു ഇതൊക്കെ പോയിട്ട് മസ്കുലൈൻ വരും. സ്വാഭാവികം. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം അങ്ങനെയാണ് ഇപ്പോൾ. ഈ ഫെമിനൈനും. പക്ഷെ അമ്മയ്ക്ക് എൻ്റെ വേസിലൊന്നും താല്പര്യമില്ല കേട്ടോ, കാര്യം പറയാലോ. അവളുടെ എല്ലാ ചിന്താഗതികളോടും എനിക്ക് താല്പര്യമൊന്നുമില്ല, എതിർപ്പുണ്ട്. പക്ഷെ എന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ അഭിനയിക്കണം നോക്ക്, ഫേക്കാണ്. പക്ഷെ എല്ലാത്തിലും കയറി ഞാൻ അങ്ങനെ ഇടപെടാറുമില്ല. സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ഭാഗങ്ങളിൽ കൊടുക്കല്ല, അത് അവളുടേതാണ്, അവകാശം. ചിലർ പറയും ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതാരും കൊടുക്കേണ്ട സംഭവങ്ങളൊന്നല്ല. ഓരോ മനുഷ്യനും ഇൻഡിവിജ്വലായിട്ട് അടിച്ചമർത്തുന്നതിനൊന്നും എനിക്ക് ഒരിതില്ല. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ഒരാൾ വളർന്നു വരുന്ന ആസ് എ പേഴ്സൺ, നിങ്ങൾ എങ്ങനെ തന്നെ വളർത്തിയാലും അവരുടെ ഉള്ളിലൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അവരെ അടിച്ചമർത്തി കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അവർ ഫ്രീഡത്തിന് പോകും. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ പിടിച്ച ലെവലുണ്ടാവില്ല. ഇവിടെ ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ വ്യക്തിത്വം എന്താണെന്ന് എനിക്ക് ഇതുവരെ മറച്ചിട്ട് നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം എനിക്കുണ്ട്. അതില്ലെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ പോകത്തില്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളൊന്നും ഫോഴ്സ് ചെയ്ത് ഒരാളെ നിർബന്ധിച്ചൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഒരാളെ മാറ്റാൻ പറ്റൂല. അവരുടെ വ്യക്തിത്വം എന്താണോ അത് പുറത്തേരിക്കും. അതുകൊണ്ട് ആരെയും മാറ്റാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. അത് നടക്കാത്തൊരു കാര്യമാണ് ലെറനക്കുട്ടി. നമുക്കൊരു ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മളതിന് ഇറങ്ങും. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആരും പ്രതീക്ഷിക്കാൻ പാടില്ല. പ്രതീക്ഷിച്ചിട്ട് അവസാനം ബസ്സിൽ പോകേണ്ടി വരും. പക്ഷെ അതൊക്കെ നമുക്കൊരു പാടാണ് റന. നമ്മള് കൂടുതൽ ഞാൻ പറയട്ടെ അമ്മയോട് സ്ട്രോങ് ആക്കാനും. ഞാൻ അമ്മയെ കൊണ്ട് വരണ്ടെന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. എനിക്ക് മനസ്സിലാത്ത എന്നെ കൊണ്ട് വരണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അല്ല, സംഭവം എൻ്റെ കേസിൽ പറഞ്ഞാൽ ഞാനൊരു ബസ് കയറുക, വെച്ച് ഈ ലഗേജൊക്കെ വെക്കുക, എന്നിട്ട് ആ സ്റ്റോപ്പിൽ ഈ ലഗേജ് വെച്ച് ഇറങ്ങുക, ഓട്ടോ കയറി ഞാൻ സ്ഥലം എത്തി. അമ്മി വന്ന് തിരിച്ച് പാലക്കാട് വരെ പോയി. മലപ്പുറം അമ്മേനെ കുറേ ആൾക്കാരുണ്ടാവും.
ആരെയും കാണുന്നില്ല, ഞാൻ മുഖം മറക്കുന്ന സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ സാഡ് അടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആരെ കേട്ടാ ഡിപ്രഷൻ ആയിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മ ഭയങ്കര സങ്കടത്തിലാണ് സംസാരിച്ച് വെച്ച് തെറ്റിദ്ധരിക്കരുത്. അമ്മിൻ്റെ വലം കൈ പോവാണ്. വലം കൈ അല്ല, എൻ്റെ കൈകളെ നഷ്ടപ്പെടുന്ന പോലെയാണ്. മതി മതി ശരി കഴിക്കടാ. ഹയന 50 മിസ് ചെയ്താൽ മതി പറഞ്ഞില്ലേ, നീ അതിന് 60 മിസ് ചെയ്യണത്. ഞങ്ങക്ക് ചെയറിനെ കാട്ടി ഊനാലാണ് കൂടുതൽ. എങ്ങനെയുണ്ട്? അയ്യോ ഞാൻ എങ്ങനെ കഴിച്ചു. നമ്മളെ 3 പേരെയും ആവശ്യം കിട്ടൂലടാ. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. നോക്കണം കേട്ടോ, എന്നിട്ട് ടാബ് വാങ്ങണേയും മേടിച്ചു നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാനില്ല. അമ്മ എത്ര നോട്ട് ചെയ്യും എന്ന് എനിക്കറിയാം. ഷെഡ്യൂളാ? ടൈം ഷെഡ്യൂൾ ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളത് ഒന്നും അവന് കാണില്ല. എടാ ആയാലും അവന്റെ ടൈം പോസ് ആവും. അതെ. ശരി, വേണം ഒരുപാട് സമയമായിട്ട് എനിക്ക് വേഗം തിരിച്ചു തരേണ്ടതാണ്. ഞാൻ വിചാരിക്കുന്നുണ്ട് കോഴിക്കോട് അവിടെ സെറ്റിൽ ആവാനാ? അതല്ല, വിട്ടിട്ട് ഞാന് അമ്മി നമ്മള് മലപ്പുറത്താ പോണ്, കോഴിക്കോടല്ല. അവിടുന്ന് ബസ് കയറി കോഴിക്കോട് പോയിട്ട് കുറച്ച് ലോൺലിനെസ് ഒക്കെ ബീച്ചിലിരുന്ന് ആസ്വദിച്ചിട്ടൊക്കെ. ഞാൻ ആസ്വദിക്കാൻ വരാ ലോൺലിനെസ്. ആസ്വദിക്കാം ലോൺലിനെസ്. ഞാൻ മാത്രം ആസ്വദിച്ചാളാ. എന്നിട്ട് രാത്രി വീട്ടിൽ തിരിച്ചെത്തുന്ന പോലെ വന്നാലോ. പക്ഷെ അയാളുടെ ധൈര്യമൊന്നും ഇല്ല, അതാണ് പ്രശ്നം. ധൈര്യം ശക്തിയില്ല. ഞാൻ എവിടെയെങ്കിലും ബോധം കെട്ട് വീഴും. എന്തെങ്കിലുമൊക്കെ ആഴലൊക്കെ ചെയ്യാൻ വന്നിട്ടുണ്ടോ ഇങ്ങനെ വേണം കുത്താൻ കാണാൻ. പിന്നെ അവര് ഞാൻ പറഞ്ഞില്ലേ, ഇവളാണ് ഉമ്മ, അവള് പഠിപ്പിക്കുകയാണ് എന്നെ. അത്ര ഉള്ളു. വൈറ്റൽ പോയിന്റ്സ് ഒക്കെ അറിയാലോ. നമ്മൾ ഓടാൻ പാടില്ല, നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യണം. എന്നിട്ട് അവര് ശവം കൊണ്ട് പോണോ? അങ്ങനൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഇങ്ങനെ കാതിൽ അടിച്ച പോകുന്നതേ ഉള്ളു. പിന്നെ കിളി പോകും. പിന്നെ കിളി വരാൻ ഒരു 10 മിനിറ്റ് എടുക്കും. മനസ്സിലായോ? ഫുൾ ഫോഴ്സ് ഒന്നിച്ചടിക്കുക, എയർ മാക്സിമം ഔട്ടാവും. ശരി എന്നാ, സംസാരിച്ചാൽ ഞങ്ങളുണ്ടല്ലോ, അങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കും. 7 മണി. 7 മണി 6 മണി 5 മണിക്ക് 6 മണിക്ക് എണീക്കുന്നത് 6 മണിക്ക് ശേഷം. പൈസ ചേഞ്ച് വേണം. അമ്മയുടെ പൈസ ഞങ്ങൾക്ക് 10 പേർക്ക് തന്നിട്ട് ഞങ്ങളെ തിരിച്ച് അമ്മയുടെ പൈസ. ആക്ച്വലി അങ്ങനെ കിട്ടുന്ന ഒരു സുഖമാണ്, അറിയോ? നമ്മളൊരാൾ കെയർ ചെയ്ത് നമുക്ക് പൈസ ഒക്കെ തന്ന് ഇല്ലാതാക്കാം. നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ആ പൈസ തരല്. അതുകൊണ്ട് ഞാൻ ഹയാൻ്റെ നിന്ന് പൈസ വാങ്ങിയിട്ട് പോകും. ഞാൻ നിക്കാബൊക്കെ യൂസ് ചെയ്തിരുന്ന ആളാന്ന് പറയുമ്പോൾ ആർക്കും വിശ്വാസം ഉണ്ടാവില്ല. ക്രിഞ്ച് എന്നല്ല, അത് ഓരോരുത്തരുടെയും ഓരോ താല്പര്യങ്ങളാണ്. പൊടി ഞാൻ പണ്ട് നിക്കാബ് ഇട്ടിട്ടാ പുറത്തേക്ക് ഇറങ്ങാം. അല്ലല്ല റനാക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിരിക്കല്ലേ? അങ്ങനെയൊന്നുമല്ല. ശരി, ഇറങ്ങല്ലേ? അപ്പം ഞങ്ങൾ ഇറങ്ങണം. ഇത് റനക്കുട്ടീൻ്റെ പെട്ടി എവിടെ? ഇവിടെ പൈസടാ റന, വലത് കൈ കൊണ്ട് വാങ്ങുറാന. എന്താ എന്തിന്? പൈസ കൊടുത്ത് കാലിൽ വീണ അനുഗ്രഹം വാങ്ങിയിരുന്നു. ഓൾറെഡി പറഞ്ഞു അങ്ങനെ കാലിലൊന്നും ആരും വീഴാൻ പാടില്ല. ഞാൻ പൈസ എടുത്തതാണ്.
ശരി എന്നാ പോവല്ലേ? അരി വാങ്ങാൻ എന്ത് ചെയ്യണം? റന താത്താക്ക് ഒരു ഹഗ്ഗൊക്കെ കൊടുത്ത് യാത്ര പറയൂ. ഒരു മാസത്തില് കൊറേ മിസ് ആവട്ടെ, കുറച്ച് മിസ് ചെയ്താൽ മതി. കരയൊന്നും പാടില്ല, ടെൻഷനാണ് എനിക്ക്. എന്റെ ബാഗ് എവിടെ? ശരി എന്നാ. കാര്യം നമുക്ക് 8:30 ഇറങ്ങാം, അല്ല 7:30 ഇറങ്ങാം. എന്ത്? അമ്മേൻ്റെ അവിടെ പോയിട്ട് വരാം. ബൈക്ക് ചാവിയാണ്. വീണ്ടും തിരിച്ച് ബൈക്ക് ഇവിടെ കൊണ്ട് വെക്കണ്ടേ? ഒക്കെ ബുദ്ധിമുട്ടാണ് റന. അവൾക്ക് അമ്മാൻ്റെ അടുത്തൊന്ന് യാത്ര പറയണം എന്നൊരാഗ്രഹം. ചുച്ചുകുട്ടി ഉണ്ടല്ലോ അവിടെ. ഓട്ടോയ്ക്ക് ഒരുപാട് പൈസ കൊടുക്കണോ? ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് ഒരു പരിവായി. KSRTC ബൈക്കിൽ പോയി അമ്മാനെ കണ്ട്. ഞാൻ കുറേ ബസ്സിലൊക്കെ പോയതാടാ. കോളേജിൽ പോയിട്ടുണ്ട്, അതിന് മുമ്പ് കോളേജിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും കുട്ടികളൊക്കെ ആയിട്ട്. അയാനിപ്പോൾ എത്ര ആയെന്ന വിചാരം? ഇങ്ങോട്ട് വരടാ. അയാൻ വലിയ ചെക്കനായി. ശരിക്കും നിൽക്കടാ, ശരിക്കും നിൽക്ക്. ഇങ്ങോട്ട് വാ. അതിനെന്താണ് കണ്ടാല് എണീറ്റ് നിൽക്ക്, ശരിക്കും നിൽക്ക്. ഇതെന്താ അയാനും ഞാനും? അവൾക്ക് അയാൻ്റെ ഹൈറ്റ് ഇഷ്ടമല്ല. അസ്സലാമു അലൈക്കും. വിളിക്കാം ഞാനേ. വിളിക്കാം. അമ്മൻ്റെ അവിടെ പോയിട്ട് അങ്ങനെ പോവാം. അപ്പോൾ ഞങ്ങൾ ബൈക്കിൽ പോയിട്ട് അമ്മാനെ കണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ പോവാല്ലേ? ഇങ്ങനെ പോകാൻ പറ്റുമോ? അവിടെ പോയി അങ്ങനെ അമ്മാനെ കണ്ട് അമ്മാൻ്റെ അനുഗ്രഹം ആശീർവാദങ്ങളൊക്കെ വാങ്ങി വണ്ടി അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് KSRTCയിൽ അങ്ങനെ പോകാനാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാന്. അപ്പോൾ ശരി, ടാറ്റാ. റാനക്കുട്ടി ഈ പെട്ടി അവിടെ ആങ്ങളുടെ ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് പിന്നെ അമ്മാനെ കാണാൻ പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം പെട്ടിയും വെച്ചിട്ട് വണ്ടി ഓടിക്കൽ കുറച്ച് ടാസ്ക്കാണ്. ഞാൻ വരണോ? പൊയ്ക്കോ. ഇറങ്ങിക്കോ. നമ്മുടെ വീട്ടിലെത്തിയിട്ടാ. ചുച്ചെങ്ക് പക്ഷെ ചുച്ചുങ്ക ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പോവാണ്. ഇതന്നെ പറഞ്ഞോണ്ട് നടക്ക്. ആ കുട്ടിനെ എടുപ്പിക്കണ്ട. ചുച്ചു ദീദി പോവാണ് കേട്ടാ. പഠിക്കാൻ പോവാണ്. ഞാൻ ഒരു മണ്ടക്കൊരു കൊട്ടം തരും. പുതിയ ദീദി വരും, പുതിയ ദീദി വരും. ചുമ്മാ ചുച്ചു 1000 മിസ് ചെയ്യോ? അയച്ചൻ 100 പറഞ്ഞോളൂ. അയച്ചൻ ഫേക്ക് ആണല്ലേ? അങ്ങനെ പറയാം. 100 വരെ പഠിച്ചിട്ടുള്ള ശരി, ഞങ്ങൾ ഇറങ്ങട്ടെന്നാ. നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ ശരി.
അവരിൻ്റെ അടുത്ത് പറയണം, മാമാൻ്റെ അടുത്ത്. ആ ശരി മതി, നിർത്ത്. വണ്ടി ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇനി ഓട്ടോയിൽ പോവും. ഓക്കെ, ചാവി അമ്മൻ്റെ കൊടുക്ക്. ചാവി അമ്മൻ്റെ കൊടുക്ക്. നോക്കേയില്ല അമ്മ, അങ്ങോട്ട് വരികയില്ല. പിന്നല്ലേ നിന്റെ കുട്ടീനെ നോക്കണത്. ഞാൻ എൻ്റെ ബൈക്കിനെയാണ് പറഞ്ഞത്. ഉമ്മി പോയിട്ട് വരാം. ഇന്ന് പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് അങ്ങോട്ട് പോവയാ? ശരി എന്നാ, ഊതിക്കൊണ്ട. അമ്മൻ്റെ സ്പെഷ്യൽ ഊതൽ കിട്ടണം ഞങ്ങൾക്ക്. സത്തുമണി ടാറ്റ. ഞാനാണ് പോണത്, അമ്മയല്ല. ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു തരണ്ടേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീലു അലൈഹി തവക്കൽനാ. ഓക്കെ, ഞങ്ങൾ ഇറങ്ങി. അവിടെ ഓട്ടോ ഉണ്ടെങ്കിൽ ശരി, ഓട്ടോ ഇല്ലെങ്കിൽ അപ്പോൾ വീണ്ടും വണ്ടി എടുക്കേണ്ടി വരും. പിടിക്കണോ? പോയിക്കോ, നടക്ക്. കോഴിക്കോട് ബസ് എവിടെ നിൽക്കാം? കേറ്. ആ കേറ്. ഞാൻ പിടിക്കണ? വെള്ളമില്ലേ? നിറച്ചില്ല. വാങ്ങണോ? എന്തുവാടി ഇതില്? ഇത് എങ്ങനെ വീഴാന്? അത് പ്രഗ്നന്റ് ആയ പോലെ. ഇതെടുത്തില്ല, എന്താ പറയാ, ചാർജ് ഉണ്ട്. മതി, നിർത്തിക്കോ. അത് മലപ്പുറം. അയ്യോ, ഇത്രയ്ക്കും ഞങ്ങളങ്ങനെ എത്താനായിട്ട് 10 മിനിറ്റ്. ഹെഡ്ഫോൺസ് ആണ് കേട്ടോ. പോയിട്ട് പറയാൻ വന്നില്ലേ? പറയാൻ വന്നപ്പോഴാണ് അമ്മ ക്യാമറ ഓൺ ആക്കിയത്. മാല, ഒരു മാല ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ നെയിമുള്ള ലൈക്ക് കസ്റ്റമൈസ്ഡ് ചെയ്യുന്ന സംഭവം. എൻ്റെ പേരുള്ളത് അഹ്നനോട്. അത് വരും. ഞാൻ പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് പൈസ കൊടുത്തിട്ട് അത് വാങ്ങി വെക്കണം. 200-300 ഉള്ളിൽ തന്നെ. അവരെന്ത് പറഞ്ഞു? ഇതാണ് എനിക്ക് ആ കണ്ടക്ടർ ബാഗ് വലിച്ചു തന്നിട്ട് അമ്മ നാറിയമ്മ കാണാൻ. ചില യാത്രകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളായിരിക്കും തരുന്നത്. ചിലപ്പോൾ ഈ അനുഭവം നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം. ചീത്തയാണെങ്കിലും പിന്നീട് നമുക്ക് തോന്നും അതൊക്കെ നല്ലതിനായിരുന്നു, പഠിച്ചോൻ നമ്മളങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചത് എന്നുള്ളത്. അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു. ബസ് ഇന്ന ഭാഗത്ത് നിർത്തണമെന്ന് കണ്ടക്ടറിനോട് പറഞ്ഞിട്ടാണ് കയറിയത്. പക്ഷേ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടും അവർ നിർത്തിയില്ല. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കണ്ട് സംസാരിച്ചിട്ടാണ് പറഞ്ഞത് ആ സ്റ്റോപ്പ് കഴിഞ്ഞല്ലോ എന്ന്. തിരക്ക് പിടിച്ച് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ റനക്കുട്ടീൻ്റെ ബാഗ് മറന്നു വയ്ക്കുകയും ചെയ്തു. KSRTC ആയതുകൊണ്ട് ബാക്കിൽ ഗ്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ ബാക്കിൽ നിന്ന് ഒച്ചിറന്ന് കേട്ടിട്ട് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ബസ് നിർത്തിച്ച് പിന്നെ റനക്കുട്ടി ഓടിപ്പോയിട്ട് ബാഗ് എടുത്തിട്ട് ഓടി ചമ്മിയിട്ട് വന്നതാണ് നേരത്തെ കണ്ടത് കേട്ടോ. പിന്നെ നമ്മളിതേ ഒരു ഓട്ടോ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ റനക്കുട്ടിക്ക് ഹെഡ്സെറ്റ് വാങ്ങണമായിരുന്നു. ഹെഡ്സെറ്റ് ഇല്ല, അവിടെ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എന്നെ ഒറ്റയ്ക്ക് വിടാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കടകൾ അധികം ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ദേ ഈ ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ ആ സാധനം ഇല്ല എന്ന് പറഞ്ഞു. ഷോ ഇല്ല. അങ്ങനെ അവിടെ നിന്ന് വേറെ കട തപ്പി ഇറങ്ങാണ് കേട്ടോ.
പേസ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വേറൊരു ഷോപ്പ് അവർ പറഞ്ഞു തന്നു. അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ കുറച്ച് എന്താ പറയുക ഓൾഡ് സ്റ്റോക്ക് ഉണ്ട്. 3000 രൂപയുടെയാണ്, അത് 1000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. പാവം പിന്നെ റേണുകുട്ടി അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ബില്ല് ചെയ്യാനും വേണ്ടിയിട്ട് പോയതാണ്. ഭാഗ്യം കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു റേറ്റിൽ ഈ ഒരു സംഭവം കിട്ടിയത് കേട്ടോ. പഠിച്ചോനെ അൽഹംദുലില്ലാ. പിന്നെ ഉണ്ടല്ലോ, ഈ ഓരോ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതായത് എനിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ പാവം തോന്നുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ അനുഭവിക്കണം. അപ്പോൾ അത് നമ്മുടെ ഊർജ്ജം കൂട്ടാനൊക്കെ ഉപകരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോണ വഴിക്കൊരു ചെറിയൊരു പെട്ടിക്കട പോലെ കണ്ട് അവിടെ നിർത്തി. പേസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പേസ്റ്റ് വാങ്ങാനും വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഓരോന്ന് വാങ്ങി ഒപ്പിക്കുമ്പോഴേക്കുണ്ടല്ലോ മതിയാവും. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും പഠിച്ചോനെ ഞാൻ ഓട്ടോ കിട്ടൂലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ മനസ്സിലുണ്ടായിരുന്നു. കാരണം തിരിച്ചൊറ്റയ്ക്കല്ലേ വരികയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഒറ്റപ്പെടും എന്ന് വിചാരിക്കും. പക്ഷേ ഉണ്ടല്ലോ, പഠിച്ചോൻ അവിടെ എനിക്ക് കുറേ അറിയുന്ന ആൾക്കാരെ തന്ന്. നിങ്ങൾക്ക് വൈകുന്നേരം വരെ ഓടി എത്ര രൂപ കിട്ടും? അങ്ങനെ വലിയൊരു ഓട്ടം ഓടുന്ന അങ്ങനെ കുറച്ച് സമയമൊക്കെ റനക്കുട്ടി സക്സസ്ഫുൾ ബുക്സ് കിട്ടി, അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഇവിടെ വന്ന എല്ലാവരും നമ്മുടെ ഫോളോവേഴ്സ് തന്നെ വന്നു അല്ലേ. കുറേ പേര് കണ്ട എല്ലാവരും നമ്മളോട് വന്ന് സംസാരിച്ചു, ചിലവർ നോക്കി നിന്നു. അങ്ങനെ അഡ്മിഷൻ എടുത്തു, ബുക്സ് കിട്ടി, ടാബ് കിട്ടി. പിന്നെന്താ റനക്കുട്ടി? ഓക്കെ, ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പോയി റനക്കുട്ടിയുടെ ഡ്രസ്സ്, ലഗേജ് കാര്യങ്ങളൊക്കെ അവിടെ വെക്കണം. ഞാൻ കുറച്ച് നേരം ഞാൻ തള്ളണ നീ ക്ഷീണിച്ച് തലറിഞ്ഞ് വിടണ്ട കേട്ടോ. ആണ്, അങ്ങനെ തോന്നുന്നു. ഞാൻ അവിടെ സാധനമൊക്കെ കൊണ്ടുവച്ചിട്ട് അവൾക്ക് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. എന്തായാലും ഇന്ന് ഫുള്ളായിട്ട് ഇനിയിപ്പോൾ റനക്കുട്ടിയുടെ കൂടെ തന്നെ ആയിരിക്കും. വൈകിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണുള്ളൂ. ഓക്കേ, ശരി. ഇവിടെ ഫുള്ളിപ്പോൾ നമുക്ക് പരിചയക്കാരായി. റനാക്ക് കുർത്തക്കടൊന്നും കാണിക്കാൻ പറ്റൂല. അതാണ് സിലു, നിന്റെ മോൾ അങ്ങനെ ചെയ്തല്ലോ.